ഓക്കെ, അപ്പോൾ നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഡൗട്ട് ക്ലിയറൻസിൻ്റെ 4ാമത്തെ പാർട്ടാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ചോദിച്ചത് നോക്കാം. നമുക്ക് വായിച്ചു നോക്കാം. എ ബോൾ ഈസ് ഡ്രോപ്ഡ് വെർട്ടിക്കലി ഫ്രം എ ഹൈറ്റ് d above the ground and it hits the ground and bounces up vertically to a height d by 2. Neglecting the subsequent motion and air resistance, its velocity v varies with height h above the ground as. ഓക്കെ, അപ്പോൾ ഒരു ബോൾ ഡി ഹൈറ്റിൽ നിന്നും ഡ്രോപ്പ് ചെയ്തു. ഒരു ഡി ഹൈറ്റിൽ നിന്നും ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യാണ്. ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ താഴേക്ക് വരും തോറും ഇതിൻ്റെ വെലോസിറ്റി കൂടി വരും. അങ്ങനെ ഏറ്റവും താഴെ എത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്താവും? മാക്സിമം ആവും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുന്ന കാര്യം. അത് കഴിഞ്ഞ് ഇത് നിലത്ത് വന്ന് വീണതിന് ശേഷം അത് തിരിച്ച് മുകളിലോട്ടേക്ക് പൊങ്ങുകയാണ്. മുകളിലോട്ടേക്ക് പൊങ്ങിയിട്ട് അവർ പറഞ്ഞേക്കുന്നത് ഇത് എത്ര ഹൈറ്റ് പൊങ്ങുന്നതാണ്? നേരെ ഡിയുടെ പകുതി ഹൈറ്റ്, d/2 ഹൈറ്റ് വരെ ഇത് പൊങ്ങി. അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി വീണ്ടും എന്തായി? 0 ആയി. ഓക്കെ, അപ്പോൾ അതിനിടയിൽ ആദ്യം പറഞ്ഞു അത് ഡ്രോപ്പ് ചെയ്തു എന്നല്ലേ. അത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിട്ടുണ്ടാവും? മാക്സിമം ആയിട്ടുണ്ടാവും, ഏറ്റവും കൂടുതൽ ആയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അത് തിരിച്ച് റീബൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി വി എം ആയിരിക്കില്ല, അതിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കതിനെ v' എന്ന് വിളിക്കാം. കാരണം അതേ വെലോസിറ്റിയിലാണ് റീബൗണ്ട് ചെയ്തതെങ്കിൽ അത് തിരിച്ച് എത്ര ഹൈറ്റ് വരെ പൊങ്ങും? d/2 ഹൈറ്റ് വരെ ഹൈറ്റ് വരെ പൊങ്ങേണ്ടതാണ്. പക്ഷെ അത്ര പൊങ്ങിയിട്ടില്ല, d/2 പൊങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത്രയും വെലോസിറ്റി അതിനില്ല തിരിച്ച് റീബൗണ്ട് ചെയ്തപ്പോഴെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ ഡ്രോപ്പ് ചെയ്തു, അത് താഴേക്ക് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടി വന്നു, മാക്സിമമായി തിരിച്ചു പൊങ്ങി. അത്രയും വെലോസിറ്റി ഇല്ല, കുറച്ച് വെലോസിറ്റി കുറഞ്ഞിട്ടുണ്ട്, ഐഡിയയിൽ സംഭവിച്ചതാണ്. ഓക്കെ, എനിവേ കുറച്ച് വെലോസിറ്റി കുറഞ്ഞു, അത് തിരിച്ചു പൊങ്ങിയിട്ട് d/2 വരെ ഹൈറ്റ് വരെ റൈസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി വീണ്ടും എന്താണ്? 0 ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ വെലോസിറ്റി 0 ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കഥയുടെ അവസാനവും അതിൻ്റെ വെലോസിറ്റി 0 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലേത് ഗ്രാഫാണ് ശരിയെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഗ്രാഫ് കംപ്ലീറ്റ് വരക്കണമെന്ന് നിർബന്ധമില്ല. ഇതിലേത് ഗ്രാഫാണ് കറക്റ്റ് എന്ന് അറിഞ്ഞാൽ മതി അല്ലേ. അതിനുവേണ്ടി ഞാനിത് ഫസ്റ്റ് ഒരു പോയിൻ്റ് എടുക്കുകയാണ്. പോയിൻ്റ് എ ആണെന്ന് വിചാരിച്ചോ. എ എന്ന് പറയുന്ന പോയിൻറ്റിൽ ഇതിൻ്റെ 2 കോർഡിനേറ്റാണ് നമുക്കുള്ളത്. ഒന്ന് വെലോസിറ്റിയും പിന്നെ ഇതിൻ്റെ ഹൈറ്റുമാണ്. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി കോർഡിനേറ്റ്, വെലോസിറ്റിയാണ് y ആക്സിസിൽ, ഹൈറ്റ് എക്സ് ആക്സിസിലുമാണ് അല്ലേ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് d ആണ്. അതിലൊരു സംശയം വേണ്ട, കാരണം അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? d ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ വെലോസിറ്റി കോർഡിനേറ്റ് എന്താണ്? 0 ആണ് എ എന്ന് പറയുന്ന പോയിന്റ്. പിന്നെ അത് മെല്ലെ എവിടെ എത്തി? ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി. ബി എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ ഹൈറ്റ്, അതായത് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിട്ടുണ്ടാവും? 0 ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ വെലോസിറ്റി എന്തായിട്ടുണ്ടാവും? മാക്സിമം ആയിട്ടുണ്ടാവും അല്ലേ. ആ മാക്സിമം വേറൊരു കാര്യമുണ്ട്, ആ വെലോസിറ്റി മാക്സിമം ആവുന്നത് താഴേക്കുള്ള വെലോസിറ്റിയാണ്. താഴേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം താഴെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി നെഗറ്റീവ് മാക്സിമം ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റിലത്തെ കഥ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ശ്രദ്ധിക്കാം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റിൽ അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. പിന്നെ അതിൻ്റെ വെലോസിറ്റി നെഗറ്റീവിൽ കൂടി വരും. അപ്പോൾ വെലോസിറ്റി കൂടി വരുന്ന സമയത്ത് ഇതിൻ്റെ ഹൈറ്റ് എന്തായി വരും? കുറഞ്ഞു വന്നിട്ട് അവസാനം ഹൈറ്റ് എന്താവും? 0 ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിത് 4 ഗ്രാഫിലെടുക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റ് 0d, എന്നിട്ട് വെലോസിറ്റി കൂടി വരുന്നു, ഹൈറ്റ് എന്തായി വരുന്നു? കുറഞ്ഞു വരുന്നു. പക്ഷേ വെലോസിറ്റി കൂടി വരുന്നത് എന്തിലായിരിക്കണം? നെഗറ്റീവിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇതിനകത്ത് എത്ര പോയിൻ്റ് ഉണ്ട് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റുന്നത് ആദ്യത്തെ ഗ്രാഫ് നമുക്ക് എടുക്കാം. ആദ്യത്തെ ഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫിൽ 2 സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണുള്ളത്. ഒന്ന് ഇവിടെ നമുക്കറിയാം ചെറിയ കർവ് രണ്ടാമത്തെ ബൗൺസ് ചെയ്തതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഗ്രാഫിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, വലിയ കർവിലെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. പിന്നെ ഇതിങ്ങനെ എറോക്കി കൊടുത്തിട്ടുണ്ട്, ഇത് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്.
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഡി ആണ്, അതേപോലെ തന്നെ വെലോസിറ്റി കോർഡിനേറ്റ് എന്താണ്, 0 ആണ്. മാച്ചാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് D0. അപ്പോൾ ഒന്നാമത്തെ ഗ്രാഫ് ശരിയാവാം. ഓക്കെ, എന്നിട്ട് വെലോസിറ്റി, എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, ഡി കുറഞ്ഞുറഞ്ഞു വരുവാണ്. ശരിയാണ്, ഡി കുറഞ്ഞുറഞ്ഞു വരുവാണ്. വെലോസിറ്റിയോ നെഗറ്റീവിൽ കൂടി വരികയാണ്. ഓക്കെ, വെലോസിറ്റി നെഗറ്റീവിൽ കൂടി വരികയാണ്. ഡി കുറഞ്ഞുറഞ്ഞു വരികയാണ്. അവസാനം ഡി എന്തായി, 0 ആയി. കറക്റ്റാണ്. അപ്പോൾ ഒന്നാമത്തെ ഗ്രാഫ് നമ്മൾ ഇത്രയും പറഞ്ഞ കഥ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ ഗ്രാഫ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രാഫ് എടുക്കാം. രണ്ടാമത്തെ ഗ്രാഫിലെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇതാ ഇവിടെയാണ്. ഈ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ, ഈ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, വൈ കോർഡിനേറ്റ് മാക്സിമാണ് അല്ലേ. അതൊരിക്കലും ശരിയാവില്ല. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് അല്ല 0 വേണ്ടത്, സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് ആണ് 0 വേണ്ടത്. ഇനി നമ്മൾ ഈ രണ്ടാമത്തെ കർവ് എടുത്താലും സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ത് തന്നെയാണ്, 0 ആണ്. അതൊരിക്കലും നടക്കില്ല. അപ്പോൾ രണ്ടാമത്തെ ഗ്രാഫ് എന്തായാലും ശരിയല്ല. മൂന്നാമത്തെ ഗ്രാഫ് വരാം. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇതാ ഈ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിന് നമുക്ക് വലിയ കർവ് എടുക്കാം, അതായിരിക്കും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവർ ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, വൈ കോർഡിനേറ്റ് വെലോസിറ്റി അത് മാക്സിമാണ്, നെഗറ്റീവിലുമാണ്. ഓക്കെ, അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആകുന്നതുകൊണ്ട് ഒരിക്കലും ഇതും ശരിയാവില്ല. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കണം, ഡി ആയിരിക്കണം. അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അടുത്ത പോയിൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സാധനം. ഈ ഗ്രാഫിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഞാൻ മാർക്ക് ചെയ്തതല്ല, സോറി, എറോ കീ നോക്കിയിട്ട് വേണം സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് സെലക്ട് ചെയ്യാൻ. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, അല്ലെങ്കിൽ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഈ രണ്ട് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കും രണ്ട് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് എന്ത് തന്നെയാണ്, 0 ആണ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ് വി മാക്സ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ തന്ന ഗ്രാഫ് ഈ ഗ്രാഫും തെറ്റാണ്, ഈ ഗ്രാഫും ശരിയാവില്ല. കാരണം സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. ഇവിടെയും സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ പിന്നെ നമുക്ക് ആൻസർ ഇപ്പോൾ തന്നെ കിട്ടി. ആൻസർ ഏതാണ്, 1 ആണ്. നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് പോയിൻറ്റ് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ആൻസർ ഏതാണ്, 1 ആണ്. ഇതാണ് എൻട്രൻസിൻ്റെ പ്രത്യേകത. നമ്മൾ കറക്റ്റ് ഗ്രാഫ് വരക്കാനൊന്നും നമുക്കറിയില്ല, പക്ഷേ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ ഏതാണ്, ഓപ്ഷൻ 1 ആണ്. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കാം, എങ്ങനെ ഈ ഗ്രാഫ് വരക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒബ്ജക്റ്റിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണേ. ഓക്കെ, ആൻസർ മാത്രം മതിയെങ്കിൽ പരിപാടി കഴിഞ്ഞു. പക്ഷേ നമുക്കിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് ഡ്രോപ്പ് ചെയ്തത്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. കുറച്ച് ഡിസ്റ്റൻസ്, അപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്ത ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഡി ആണ്. കുറച്ച് ഡിസ്റ്റൻസ് താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. നടുക്കൊരു പോയിൻറ്റിലെത്തി, എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു, അതെവിടെ എത്തി, ബിയിലെത്തി എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, പിന്നെ ഇച്ചിരി ദൂരം അത് താഴേക്ക് വന്നിട്ടുണ്ട്. അത് താഴേക്ക് വന്ന ദൂരത്തിന് നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ ബി എന്ന് പറയുന്ന പോയിൻറ്റിലെത്തുമ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. ഹൈറ്റ്, ആ h എന്ന് പറയുന്നത് എന്താണ്, ആ h എന്ന് പറഞ്ഞാൽ d മൈനസ് s ആണ്, ഓർമ്മ വേണം. ഓക്കെ, തിരിച്ച് എസ് എന്ന് പറഞ്ഞാൽ d മൈനസ് എച്ച് ആണ്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന പോയിൻറ്റിൽ ഒരു റാൻഡം പോയിൻ്റാണ് ബി, അത് എവിടെ വേണമെങ്കിലാവാം. ആ ബി എന്ന് പറയുന്ന പോയിൻറ്റിൽ ഞാൻ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ ഇക്വേഷൻ എടുക്കുകയാണ്. വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും സെലക്ട് ചെയ്യാൻ കാരണം നമ്മൾക്ക് ഇവിടെ പ്ലോട്ട് ചെയ്തത് വെലോസിറ്റിയും ഹൈറ്റുമാണ്. ഡിസ്പ്ലേസ്മെൻറ്റിനകത്ത് ഹൈറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ എഴുതുവാണ് v² = u² + 2as. u 0 ആയതുകൊണ്ട് v² = 2as. എസ് എന്ന് പറഞ്ഞാൽ d മൈനസ് എച്ച് ആണ്. അപ്പോൾ ഞാനിവിടെ d മൈനസ് എച്ച് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കിട്ടും v² = 2ad - 2ah. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അടക്കം കിട്ടി. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് നോക്കുകയാണ്. ഇക്വേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വി ആണ് നമ്മൾ എവിടെ പ്ലോട്ട് ചെയ്തത്, വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തത്. അപ്പോൾ ഇതാ v², ഇത് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തത് വെലോസിറ്റിയാണ്, എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തത് ഹൈറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനെ ഞാൻ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുകയാണ്. അതായത് v² = 2ad. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അതിൻ്റെ ആക്സിലറേഷൻ g ആണ്. ആക്സിലറേഷൻ g ആണെങ്കിൽ നമുക്കിതിനെ 2gd എന്ന് വിളിക്കാം, 2gd - 2gh എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടി എഴുതുകയാണ്. അപ്പോൾ v² = 2gd. ഈ ജിയും ഡിയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കിതിനെ k എന്ന് വിളിക്കാം, -2gh. എച്ചിന് വരെ ഞാൻ എക്സ് എന്ന് വിളിക്കാൻ പോവാണ്. എക്സ് ആക്സിസിൽ ഹൈറ്റും വൈ ആക്സിസിൽ വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റിക്ക് വരെ ഞാൻ എന്ത് വിളിക്കാൻ പോവാണ്, വൈ എന്ന് വിളിക്കാൻ പോവാണ്. ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇക്വേഷൻ. ഇതൊരു പരാബോളയുടെ ഇക്വേഷനാണ്. നമുക്കറിയാം
പരാബോളക്ക് ഒരുപാട് ടൈപ്പ് പരാബോള ഉണ്ട് അല്ലേ? അത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ ടൈപ്പ് പരാബോള ഇവിടെ വരക്കാൻ പോവാണ്. ആദ്യം ഞാൻ വരയ്ക്കാൻ പോകുന്നത് അപ്വേർഡ് പരാബോള. ഓക്കെ, അപ്വേർഡ് പരാബോള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഒരു അപ്വേർഡ് പരാബോള. ഓക്കെ, ഈ പരാബോള സോറി അത് കറക്റ്റായിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു അപ്വേർഡ് പരാബോള. ഇതും പോയി. ഇതാണ് ഒരു അപ്വേർഡ് പരാബോള. ഓക്കെ, ഇപ്പോഴും കറക്റ്റായിട്ടില്ല, പോട്ടെ, സാരില്ല, നമുക്കത് തൽക്കാലം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഇത് വരക്കാം. അപ്വേർഡ് പരാബോള ഞാൻ വരയ്ക്കുകയാണ്. ഇതാണ് അപ്വേർഡ്, ചുവന്ന മഷി ആയിക്കോട്ടെ, അപ്വേർഡ് പരാബോള. ഈ അപ്വേർഡ് പരാബോളയുടെ ഇക്വേഷൻ ഞാൻ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഈ അപ്വേർഡ് പരാബോളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എക്സിൻ്റെ 2 വാല്യൂ എടുത്തു കഴിഞ്ഞാൽ, അതായത് വൈയുടെ ഒരു വാല്യൂക്ക് എക്സിന് 2 വാല്യൂ ഉണ്ടാവും. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് x² = 4ay എന്നായിരിക്കണം. x² = 4ay. ഇതാണ് പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവും, കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത്. ഇതാണ് അപ്വേർഡ് പരാബോളയുടെ ഇക്വേഷൻ. ഇനി അപ്പോൾ ഡൗൺവേർഡ് പരാബോളയുടെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് പരാബോള ഇത് എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പോൾ ഡൗൺവേർഡ് പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം x² = -4ay എന്നായിരിക്കും. ഓക്കെ, വൈയുടെ 2 വാല്യൂക്കും എക്സിന് 2 വാല്യൂ ഉണ്ടാവും. സോറി, എക്സിൻ്റെ 2 വാല്യൂക്കും വൈക്ക് 1 വാല്യൂ ആണ് ഉണ്ടാവുക ഇവിടെയും. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണ് അടുത്തത് റൈറ്റ് വേർഡ് പരാബോളയും ലെഫ്റ്റ് വേർഡ് പരാബോളയും. അപ്പോൾ റൈറ്റ് വേർഡ് പരാബോളയും ലെഫ്റ്റ് വേർഡ് പരാബോളയും വരയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് റൈറ്റ് വേർഡ് പരാബോള വരക്കാം. റൈറ്റ് വേർഡ് പരാബോളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് വേർഡ് പരാബോളക്ക് എക്സിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എക്സിൻ്റെ ഒരു വാല്യൂക്ക് നിങ്ങൾ വൈയിലേക്ക് പ്ലോട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവും കിട്ടും, നെഗറ്റീവും കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ഒരു വാല്യൂക്ക് വൈക്ക് 2 വാല്യൂ കിട്ടണമെങ്കിൽ നമ്മളെ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാവണം? y² = 4ax എന്നുണ്ടാവണം. അതേപോലെ തന്നെ തിരിച്ച് ലെഫ്റ്റ് വേർഡ് പരാബോളയായിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് റൈറ്റ് വേർഡ് പരാബോളയാണ്. ഇവിടെ തന്നെ നമുക്കൊരു ലെഫ്റ്റ് വേർഡ് പരാബോളയും വരക്കാം. ഇതാണ് ലെഫ്റ്റ് വേർഡ് പരാബോള. ഈ ലെഫ്റ്റ് വേർഡ് പരാബോളയുടെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ലെഫ്റ്റ് വേർഡ് പരാബോളയുടെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ y² ഒരു നെഗറ്റീവ് ആയിരിക്കും, -4ax. കാരണം എക്സ് കോർഡിനേറ്റ് കംപ്ലീറ്റ് പോസിറ്റീവിൽ നിന്ന് മാറി എന്തിലേക്ക് പോയി? നെഗറ്റീവിലേക്ക് പോയി. അതുകൊണ്ടാണ് ഞാൻ എക്സ് കോർഡിനേറ്റ് അവിടെ എന്ത് കൊടുത്തത്? നെഗറ്റീവ് കൊടുത്തത്. ഇതാണ് എല്ലാ ടൈപ്പ് പരാബോളയും. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ y² = -2gx, അതായത് k - 2gx. അതായത് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏകദേശം പറയുകയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പരാബോളയെ പോലെ ഉണ്ട് നമ്മുടെ ഇക്വേഷൻ. പക്ഷേ ഒരു +c എന്ന് പറഞ്ഞിട്ടൊരു ടേം ഇവിടെ ഉണ്ട്. എന്താണ് ആ ടേം സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പരാബോള ഞാനിവിടെ സെലക്ട് ചെയ്തു. നമ്മുടെ പരാബോള ഇതാണ് നമ്മുടെ പരാബോള. ഇതാണ് നമ്മുടെ പരാബോള. y² = 4 - 4ax. കണ്ടോ, നമ്മുടെ ഇക്വേഷൻ എന്താ? y² നമ്മുടെ ഇക്വേഷൻ y² = -2gx ഉണ്ട്. പോരാത്തതിന് ഒരു -2gx ഉണ്ട്. പോരാത്തതിന് ഒരു k അവിടെ പ്ലസ് എക്സ്ട്രാ അധികം ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു k ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ സംഭവിക്കുന്നത് ഒറിജിൻ ഷിഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമ്മളൊരു k ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ കൂടെ ഒരു k ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എക്സ് കോർഡിനേറ്റ് 0 ആയാലും വൈ കോർഡിനേറ്റ് എന്താവില്ല? 0 ആവില്ല. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഒരുമിച്ച് 0 ആവില്ല ഒരിക്കലും. അപ്പോൾ ഇതിൻ്റെ ഈ എഡ്ജ് പോയിൻ്റ് ഇവിടെ എന്തായിട്ടുണ്ട്? ഷിഫ്റ്റ് ആയിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഈ പരാബോള കുറച്ച് എങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അതായത് y² = -4ax + k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാബോള എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും ആ പരാബോള. ഓക്കെ, ഇതാണ് നമ്മുടെ പരാബോള.
വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ax പ്ലസ് കെ, അല്ലെങ്കിൽ കെ -4ax. അപ്പോൾ നമുക്ക് നമ്മുടെ പരാബോള കിട്ടി. ഇതാണ് നമ്മുടെ പരാബോള. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോകാം. അതേ പരാബോളയാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷേ പോസിറ്റീവ് ഭാഗമല്ല ഉള്ളത്, നെഗറ്റീവ് ഭാഗമാണ് അവിടെ ഉള്ളത്. ഇല്ലേ, താഴെയുള്ളതാ ഈ ഭാഗമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്, നെഗറ്റീവ് ഭാഗം. ഇതാണ് ഇവിടെ ഉള്ളത്. എന്തുകൊണ്ടാണ് ആ പോസിറ്റീവ് ഭാഗം ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് താഴേക്കാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. താഴേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും ത്രൂ ഔട്ട്. അപ്പോൾ വൈ ഈ ത്രൂ ഔട്ട് നെഗറ്റീവ് ആയിരിക്കണം. വൈ ത്രൂ ഔട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെയുള്ള ഭാഗമാണ്. അപ്പം ഞാൻ നമ്മുടെ ആൻസർ, നമ്മുടെ ആദ്യത്തെ പരാബോള ഞാൻ ഇവിടുന്ന് മായ്ച്ചു കളഞ്ഞു. ഓക്കെ, ഇതല്ല നമ്മുടെ പരാബോള. നമ്മുടെ പരാബോള എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡ് ഇപ്പോൾ ഉള്ള പരാബോളയാണ്. എന്നിട്ട് നമ്മൾ ഈ പരാബോളയിലകത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഈ പരാബോളയുടെ വൈ നെഗറ്റീവ് ആകുന്ന ഭാഗമാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മുടെ വെലോസിറ്റി ത്രൂ ഔട്ട് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ നമ്മളിതാ ആ വൈ പോസിറ്റീവായ ഭാഗം അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞു. അപ്പോൾ നമ്മളെ ഗ്രാഫ് ഇതാണ്, നമ്മളുടെ ഫസ്റ്റ് ഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈൻ. വീണ്ടും നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ കിട്ടുക. വീണ്ടും നമുക്ക് ഇതേ ഇക്വേഷൻ കിട്ടുമ്പോൾ നമുക്ക് വേറൊരു കാര്യമുണ്ട്. നമ്മളുടെ എക്സിൻ്റെ മാക്സിമം വാല്യൂ കുറയാണ് അല്ലേ. ആദ്യം ഇത് എത്ര ഹൈറ്റ് വരെ പൊങ്ങിയിട്ടുണ്ട്? d/2 d വരെ പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് d/2 വരെ പൊങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എക്സിൻ്റെ മാക്സിമം വാല്യൂ കുറഞ്ഞു. അപ്പോൾ എക്സിൻ്റെ മാക്സിമം വാല്യൂ ഇവിടെ എത്തി. ഇവിടെ മാർക്ക് ചെയ്തു എക്സിൻ്റെ മാക്സിമം വാല്യൂ. വീണ്ടും പരാബോള വരയ്ക്കുകയാണ്. പക്ഷേ ഇത് തിരിച്ച് മുകളിലോട്ടേക്ക് പൊങ്ങുമ്പോൾ വെലോസിറ്റി മുകളിലോട്ടേക്കാണ്. അപ്പോൾ വെലോസിറ്റി ഇപ്പോൾ എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പരാബോള വരയ്ക്കുകയാണ്. രണ്ടാമത്തെ പരാബോളയും വരയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പരാബോള. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പരാബോള. ഈ രണ്ടാമത്തെ പരാബോളയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ പരാബോളയിൽ നമ്മളുടെ വൈ കോർഡിനേറ്റ് ഫുൾ ടൈം എന്താണ്? പോസിറ്റീവാണ്. അതായത് നമ്മളുടെ വെലോസിറ്റി ഫുൾ ടൈം എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പരാബോളയിൽ നെഗറ്റീവ് പാർട്ട് മായ്ച്ചു കളഞ്ഞു. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പരാബോള. ഇനി ഇത് താഴെ നിന്ന് മുകളിലോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? d/2 ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, ഈ ദൂരം എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് ആണ്, അത് d/2 ആണ്. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് d ആണ്. ഓക്കെ, ഈ ദൂരം എന്ന് പറയുന്നത് d ആണ്, അതാഴത്തെ ദൂരം d/2 ആണ്. അപ്പോൾ ഇതിൻ്റെ എറോ കെ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. അതിന് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് കഴിഞ്ഞ് d/2 d എന്ന് പറയുന്ന സാധനം പിന്നെ എന്തായി വരും? അതിൻ്റെ എറോക്കി ഞാൻ വരച്ച കറക്റ്റല്ല. എറോക്കി താഴേക്കാണ് വരിക. കാരണം അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അത് മുകളിലോട്ടേക്ക് പൊങ്ങുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അതിൻ്റെ എച്ച് എന്ന് പറയുന്നത് 0 ആണ്. കാരണം മുകളിലോട്ടേക്ക് പൊങ്ങുന്ന കേസ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ് കിടക്കുക, താഴെയാണ് കിടക്കുക, സി നമുക്ക് വിളിക്കാം. എൻഡിങ് പോയിന്റ് എന്താ? d ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇപ്രാവശ്യം കിടക്കുന്നത് എവിടെയാണ്? മുകളിലാണ്. അപ്പോൾ മുകളിൽ നിന്നും ഇതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാഫ് കൃത്യമായിട്ട് വരക്കാൻ പറ്റും. അതായത് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ആദ്യത്തെ ഹാഫ് ഇങ്ങനെ താഴോട്ടേക്ക് പോകും, പരാബോളയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും. രണ്ടും എന്താണ്? പരാബോളയാണ്. ഇതാണ് നമ്മളുടെ വൈ ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്തത് എന്താ? വെലോസിറ്റി. എക്സ് ആക്സിൽ പ്ലോട്ട് ചെയ്തത് എന്താ? ഹൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും? ഓപ്ഷൻ 1 ആണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഇതാണ് ഈ ചോദ്യം കൃത്യമായിട്ട് ചെയ്യുന്ന രീതി. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, എൻട്രൻസ് എക്സാമിനാണെങ്കിൽ ഇത്ര സമയമൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ആൻസർ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ കണ്ട് ഉടനെ തന്നെ പറയാൻ പറ്റും. 1-2 പോയിന്റുകൾ ചെക്ക് ചെയ്താൽ മതി. എല്ലാ ഗ്രാഫും അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ 1-2 പോയിന്റ് പോലും ചെക്ക് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. ഒരൊറ്റ പോയിന്റ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, വേറെ ഒന്നും ഈ ക്വസ്റ്റ്യനെ കുറിച്ച് പറയാനില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. എ പോയിന്റ് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് മൂവ്സ് അലോങ് എക്സ് ആക്സിസ്. ആക്സിലറേഷൻ വാരീസ് ടൈം എസ്. ആക്സിലറേഷനും ടൈമും തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട് അല്ലേ? എന്താ തന്നത്? എ ഈസ് ഈക്വൽ ടു 6t + 5. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ. ദി ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 2 സെക്കൻഡ് ഈസ്. 2 സെക്കൻഡിൽ ഇത് ട്രാവൽ ചെയ്ത് ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, നമ്മളിപ്പോൾ ആക്സിലറേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ? 6t
ടി സ്ക്വയർ ബൈ 2 പ്ലസ് 5t പ്ലസ് സി ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇത് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഇനീഷ്യലി ആയിട്ട് റെസ്റ്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ടൈം 0 ആകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്താവണം? 0 ആവണം. അതാണ് റെസ്റ്റ്. ടൈം 0 ആകുമ്പോൾ വെലോസിറ്റി 0 ആണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും സി എന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് 0 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, 3t സ്ക്വയർ പ്ലസ് 5t. ഇനി വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അടുത്ത ഇൻറ്റഗ്രൽ 3t സ്ക്വയർ പ്ലസ് 5tൻ്റെ ഇൻറ്റഗ്രൽ 3t ക്യൂബ് ബൈ 3 പ്ലസ് 5t സ്ക്വയർ ബൈ 2 പ്ലസ് സി ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടുത്തെ സീനെ പറ്റി നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. ടൈം 0 ആകുമ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈം 0 ആകുമ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആവണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവണം? 0 ആവണം. സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്നാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവണം? 0 ആവണം. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവണമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇവിടുത്തെ സിയും എന്താണ്? 0 ആണ്. ഇവിടെ C1 ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? C2 എന്ന് വിളിക്കാം. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റും 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ക്യൂബ് പ്ലസ് 5t സ്ക്വയർ ബൈ 2. ഇനി നമ്മളോട് പറയാണ് എത്ര സെക്കൻഡ്? 2 സെക്കൻഡിൽ ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ 2 സെക്കൻഡിൽ ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, 2 സെക്കൻഡിൽ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതന്നെ ആയിരിക്കും ഇവിടെ ഡിസ്റ്റൻസ്. കാരണം എന്താ? ഇതൊരു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. അത് തിരിച്ചു വരുന്നില്ല. കാരണം ഇതിൻ്റെ ആക്സിലറേഷൻ എല്ലാ സമയവും എന്തുതന്നെയാണ്? പോസിറ്റീവാണ്. ആക്സിലറേഷൻ ഫുൾ ടൈം പോസിറ്റീവ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് ആ പോകുന്ന ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പോയിക്കൊണ്ടേയിരിക്കും. കണ്ട, ആക്സിലറേഷൻ നെഗറ്റീവ് ആവില്ല. അപ്പോൾ ആക്സിലറേഷൻ ഫുൾ ടൈം പോസിറ്റീവ് ആണെങ്കിൽ അത് പോകുന്ന ഡയറക്ഷൻ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. തിരിച്ചു വരുന്ന പോസിബിലിറ്റി അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ് എന്ത്? ഡിസ്റ്റൻസ് ട്രാവൽഡ്. ടൈം 2 സെക്കൻഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു എത്രയാ? 2 ക്യൂബ് 8 ആണ് പ്ലസ് 5 ഇൻറ്റു 2 സ്ക്വയർ 4 ആണ് ബൈ 2. അതായത് 8 പ്ലസ് 5 ഇൻറ്റു 2 എത്ര വരും? 10. ഇതിൻ്റെ ആൻസർ എത്ര മീറ്ററാണ്? 18 മീറ്ററാണ്. ആ 2 സെക്കൻഡിൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡും ഡിസ്പ്ലേസ്മെൻറ്റും രണ്ടും എത്രയാണ് വരിക? 18 മീറ്ററാണ് വരിക. ഓക്കെ, വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. വലിയ ടഫ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സ്റ്റോൺ ഈസ് ത്രോൺ വേർട്ടിക്കലി അപ്വേർഡ് സച്ച് ദാറ്റ് distance traveled by it in 3rd second and 4th second is equal. മാക്സിമം ഹൈറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3rd സെക്കൻഡും 4th സെക്കൻഡും ഈക്വൽ. ഞാൻ നേരത്തെ ഈ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3rd സെക്കൻഡും 4th സെക്കൻഡും ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? അതായത് ഇത് ഇങ്ങനെ മുകളിലോട്ടേക്ക് പോയി തിരിച്ച് എങ്ങോട്ടേക്ക് വരികയാണ്? താഴേക്ക് വരികയാണ്. മുകളിലേക്ക് പോയിട്ട് തിരിച്ച് താഴേക്ക് വരികയാണ്. അപ്പോൾ മുകളിലേക്ക് പോയിട്ട് തിരിച്ച് താഴേക്ക് വരുമ്പോൾ മുകളിലേക്ക് പോയിട്ട് തിരിച്ച് താഴേക്ക് വരുമ്പോൾ മുകളിലേക്ക് പോയി അതിൻ്റെ അസെൻറ്റിൻ്റെ അവസാനത്തെ സെക്കൻഡ് ആയിരിക്കും അതിൻ്റെ എന്ത് സെക്കൻഡ്? 3rd സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അത് മുകളിൽ പോയിട്ട് തിരിച്ച് താഴെ വരുമ്പോൾ ആദ്യത്തെ സെക്കൻഡ് കിട്ടി. അതാണ് എത്രാമത്തെ സെക്കൻഡ്? 4th സെക്കൻഡ്. അപ്പോൾ 3rd സെക്കൻഡും 4th സെക്കൻഡിലും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് പറയാം സെക്കൻഡിലും, അതേപോലെ തന്നെ ഇത് താഴെ വരുമ്പോൾ 5th സെക്കൻഡിലും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡിലും അതിൻ്റെ അവസാനത്തെ സെക്കൻഡ്, അതായത് എത്രാമത്തെ സെക്കൻഡ്? 6th സെക്കൻഡിലും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കല്ലിൻ്റെ മൊത്തം ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 സെക്കൻഡ് ആയിരിക്കും. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്കറിയാം 2u/g ആണ്. മുകളിലോട്ടേക്ക് എറിഞ്ഞ കല്ലിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് അത് 6 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, u = 6 × 10 / 2.
അതായത് 30 മീറ്റർ പെർ സെക്കൻഡാണ് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി. നമ്മളോട് ചോദിച്ചത് മാക്സിമം ഹൈറ്റാണ്. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, u² ഡിവൈഡഡ് ബൈ 2g ആണ്. അതായത് 30 ആണ് u എങ്കിൽ 30ൻ്റെ സ്ക്വയർ 900 ഡിവൈഡഡ് ബൈ 20. ഇതിവിടെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ആൻസർ എത്ര മീറ്ററാണ്? 45 മീറ്ററാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്ഷൻ ഏതാണ്? 3 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ 3rd സെക്കൻഡും 4th സെക്കൻഡിലും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് സെയിം. അതാണ് ഈ ചോദ്യത്തിൽ അവർ നമുക്ക് തന്ന ക്ലൂ. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നു? മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുന്നു. വേറെ ഒന്നും ഇതിനെപ്പറ്റി എനിക്ക് പറയാനില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് എക്സ് ആക്സിസ് ആസ് ആക്സിലറേഷൻ എഫ് അറ്റ് എ ടൈം ഈസ് ഗിവൺ ബൈ. ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, F0 കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞത്, ടിയും കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞത്. രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. t = 0 ഇതിൻ്റെ വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ ദി ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ t = 0 ആൻഡ് f = 0 ദി പാർട്ടിക്കിൾസ് വെലോസിറ്റി ഈസ്. വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷനിൽ നിന്ന് നമ്മൾ എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം, ആക്സിലറേഷനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ a ആണ് എന്ത്? വെലോസിറ്റി. ഇവർ നമുക്ക് ലിമിറ്റ് തന്നിട്ടുണ്ട് അല്ലേ? എവിടെ മുതൽ എവിടം വരെയാണ് എന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ലിമിറ്റ് t = 0 ആണ്, മറ്റേ ലിമിറ്റ് f = 0 ആണ്. അതൊരു വല്ലാത്ത ലിമിറ്റാണ്. കാരണം നമുക്ക് ലിമിറ്റ് ടൈമിലാണ് വരേണ്ടത്. t = 0, അപ്പർ ലിമിറ്റ് t = എത്രയാണെന്ന് അവർ പറഞ്ഞില്ല. പകരം അവർ തന്ന ക്ലൂ f = 0 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ f എടുക്കുക. എഫിൻ്റെ ഇക്വേഷൻ എന്താണ്? എഫിൻ്റെ ഇക്വേഷൻ F0 × 1 - t/t ആണ്. ഓക്കെ, ഇത് 0 ആവുന്ന പറഞ്ഞ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇത് 0 ആണെങ്കിൽ 1 - t/t 0 ആണ്. അത് 0 ആണെങ്കിൽ എന്ത് 1 ആവണം? t/t എന്ന് പറയുന്ന സാധനം 1 ആവണം. അപ്പോൾ സ്മോൾ ലെറ്റർ t എന്തിന് ഈക്വൽ ആയിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ t ഈക്വൽ ആയിരിക്കണം. ഇത് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാൽ മതി, പക്ഷേ അമാരത് ചെയ്യുന്നില്ല. അമാർ നിങ്ങൾക്ക് തന്ന ക്ലൂ അപ്പർ ലിമിറ്റ് എന്താണ്? f = 0. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലായി ഇതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ടൈമിന് എന്ത് കൊടുത്താൽ മതി? t കൊടുത്താൽ മതി. കഴിഞ്ഞ പരിപാടി. ഇനി ആക്സിലറേഷൻ നമ്മൾ കൃത്യമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ആക്സിലറേഷൻ = എന്താ? F0 × 1 - t/t. അതായത് ഇൻ്റഗ്രൽ F0 × 1 - t/t. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ത് ചെയ്യാനാണ് നമ്മൾ അടുത്ത പരിപാടി? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതിന് ലിമിറ്റ് ഉണ്ട് 0 മുതൽ എന്ത് വരെ? ക്യാപിറ്റൽ ലെറ്റർ t വരെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിനൊക്കെ ഒന്ന് അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ F0 - F0/t × t dt ഫ്രം 0 to t നമുക്ക് വെലോസിറ്റി കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്കറിയാം നമുക്കിതിന് എന്താ കിട്ടാൻ പോകുന്നതെന്ന്. F0 × t - F0 × t² ഡിവൈഡഡ് ബൈ 2t. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം 0 to t. ആദ്യം അപ്പർ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ F0 × t - F0 × t² ബൈ 2t. ഇതാണ് അപ്പർ ലിമിറ്റ്. ഇനി ലോവർ ലിമിറ്റ് 0 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം എന്തായിപ്പോവും? 0 ആയിപ്പോവും. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അത് 0 ആണ്. പിന്നെ എന്താണ് അവിടെ ബാക്കിയുള്ളത്? F0 × t - F0 × t/2. എന്താ ഇത്? ആൻസർ എന്താ? F0 × t/2. ഇതാണ് ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി. നമുക്ക് എവിടെ നിന്ന് കിട്ടി? ആക്സിലറേഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ട ലിമിറ്റ് എവിടെ നിന്ന് കിട്ടി? അത് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ലിമിറ്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, എൻഡിങ് ലിമിറ്റ് ഡയറക്റ്റ് ടിയിലല്ല എന്നത്, പക്ഷേ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എൻഡിങ് ലിമിറ്റ് കണ്ടുപിടിക്കാം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. യു ക്യാൻ ഫൈൻഡ് ഔട്ട് വെലോസിറ്റി ബൈ ഇൻ്റഗ്രേറ്റിംഗ് ആക്സിലറേഷൻ ഇഫ് ലിമിറ്റ്സ് ആർ ഗിവൺ. ഓക്കെ, ദെൻ അപ്ലൈ ഇറ്റ് ആൻഡ് ഇൻ്റഗ്രേറ്റ്. കഴിഞ്ഞു പരിപാടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതാണ് ക്വസ്റ്റ്യൻ. എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ടോപ്പ് ഓഫ് എ ടവർ, ഫോൾസ് ത്രൂ 40 meter ഡ്യൂറിങ് ലാസ്റ്റ് 2 seconds ഓഫ് ഇറ്റ്സ് ഫോൾ. ഹൈറ്റ് ഓഫ് ദി ടവർ ഈസ്. ഈ ടവറിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്ന ക്ലൂ എന്താണ്? 40 meter ട്രാവൽ ചെയ്തു ലാസ്റ്റ് 2 seconds. ഓക്കെ, അപ്പോൾ ഒരു ഡ്രോപ്പ് ചെയ്ത ഒബ്ജക്റ്റിനെ ഞാൻ എടുക്കുകയാണേ. ഡ്രോപ്പ് ചെയ്ത ഒബ്ജക്റ്റ്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഈ ഡ്രോപ്പ് ചെയ്ത ഒബ്ജക്റ്റ് ആദ്യത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരം
നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം അല്ലേ. എസ് ഇസ് ഈക്വൽ ടു എന്താ, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. അതിൽ ടൈമിന് 1 സെക്കൻഡ് കൊടുത്താൽ മതി. അതിൽ യു 0 ആണ്, പിന്നെ ഒന്നും നോക്കണ്ട. പിന്നെ ഹാഫ് ഇൻറ്റു ജിക്ക് 10 കൊടുക്കാം. ടൈമിന് 1 സെക്കൻഡാണ് കൊടുത്തത്. ഫസ്റ്റ് 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരം അതെത്ര മീറ്ററാണ്, 5 മീറ്ററാണ്. ഓക്കെ, ആദ്യത്തെ സെക്കൻഡിൽ 5 മീറ്ററാണ് ട്രാവൽ ചെയ്തത്. ഇനി നമ്മളെ ഗലീലിയോ സഹായിക്കും. എങ്ങനെയാണ്, അടുത്ത സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരം ഇതിൻ്റെ 3 ടൈംസ് ആയിരിക്കും. എത്ര മീറ്റർ ആയിരിക്കും, 15 മീറ്റർ ആയിരിക്കും. അടുത്ത സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരം ഇതിൻ്റെ ആദ്യത്തെ 5 ടൈംസ് ആയിരിക്കും, അതായത് 25 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇപ്പം തന്നെ നമ്മുടെ കാര്യം മാച്ച് ആയിട്ടുണ്ട്. എന്താണ് നമ്മൾ മാച്ച് ആയത്, അതായത് ഈ ഒബ്ജക്റ്റ് ലാസ്റ്റ് 2 സെക്കൻഡിൽ നമുക്ക് വേണേൽ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാം, എനിക്ക് ആൻസർ കിട്ടി, അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ഓക്കെ, ഇനി എക്സ്റ്റെൻഡ് ചെയ്താൽ അടുത്ത സെക്കൻഡിൽ അതിൻ്റെ 7 ടൈംസ് ആയിരിക്കും. 1:3:5:7 ആണ് അല്ലേ. അപ്പോൾ എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, 35 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ചോദ്യത്തിന് ഇതുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കാം അല്ലേ. ലാസ്റ്റ് 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരം എത്ര മീറ്ററാണ്, 40 മീറ്റർ ഡ്യൂറിങ് ലാസ്റ്റ് 2 സെക്കൻഡ് അല്ലേ. അപ്പോൾ ആ ലാസ്റ്റ് 2 സെക്കൻഡ് ഏതൊക്കെയായിരിക്കും, ആ ലാസ്റ്റ് 2 സെക്കൻഡ് 40 മീറ്റർ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ലാസ്റ്റ് ഈ 15ഉം 25ഉം ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 40 ആണ്. ഉണ്ടോ, അപ്പോൾ 15ഉം 25ഉം ആഡ് ചെയ്തപ്പോൾ 40 കിട്ടി. അപ്പോൾ ഇവന്മാരുടെ ആ ലാസ്റ്റ് 2 സെക്കൻഡ് എന്ന് പറയുന്നത് ഏതാണ്, രണ്ടാമത്തെ സെക്കൻഡും മൂന്നാമത്തെ സെക്കൻഡുമാണ്. അപ്പോൾ ഈ 35 നമ്മൾ തട്ടി, ഇത് വേണ്ട, ഇതൊന്നും ഇല്ല ഈ ചോദ്യത്തിൽ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ജേണി അവസാനിക്കുന്ന ലാസ്റ്റ് 2 സെക്കൻഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡ്രോപ്പ് ചെയ്ത ഒബ്ജക്റ്റ് താഴെ എത്താൻ എത്ര സമയം എടുത്തു, ഈ ഡ്രോപ്പ് ചെയ്ത ഒബ്ജക്റ്റ് താഴെ എത്താൻ എടുത്ത സമയം എന്ന് പറയുന്നത് 3 സെക്കൻഡാണ്. ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിച്ചത്, ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ്. ഓക്കെ, അതിനിപ്പോൾ ഇത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്, 15, 25, ഇവിടെ ഒരു 5 ഉണ്ടല്ലോ, ഇതല്ലേ ഇതിൻ്റെ മൊത്തം ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഹൈറ്റ് എത്രയാണ്, ഇതിൻ്റെ മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് 45 മീറ്ററാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈം താഴെ എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡാണ്. അതിവിടെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 45 മീറ്റർ. നമ്മൾക്ക് ഓപ്ഷൻ 2 കാണാം. ഓക്കെ, വേറെ ഒന്നും ഇതിനെപ്പറ്റി പറയാനില്ല. നല്ലൊരു ട്രിക്ക് വെച്ചിട്ടാണ് ചെയ്തത്. ഇനി ഇത് ചില പുസ്തകങ്ങളിൽ ഇതിനേക്കാൾ ഒരുപാട് ലെങ്തി ആയിട്ടൊക്കെ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ഗലീലിയോസ് റേഷ്യോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഡ്രോപ്പ് ചെയ്ത ഒബ്ജക്റ്റ് ആദ്യത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ദൂരം 5 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അടുത്ത സെക്കൻഡ് 15 ആയിരിക്കും, അടുത്ത സെക്കൻഡ് 25 ആയിരിക്കും, അടുത്ത സെക്കൻഡ് 35 ആയിരിക്കും, അടുത്ത സെക്കൻഡ് 45 ആയിരിക്കും. അപ്പോൾ 1:3:5:7 റേഷ്യോയിൽ അങ്ങോട്ട് പോയാൽ മതി. ഓക്കെ, ഇത്തരം ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിന് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള മെത്തേഡൊന്നും പറഞ്ഞിരുന്നില്ല. ഈ മെത്തേഡ് തന്നെ നമ്മൾ പഠിച്ച സിലബസിനകത്ത്, ഇത് തട്ടിക്കൂട്ട് മെത്തേഡൊന്നുമല്ല, നമ്മൾ പഠിച്ച സിലബസിനകത്ത് തന്നെയുള്ള ഒരു മെത്തേഡാണ്. ഇത് മതി നമുക്കിത് ചെയ്യാൻ, ഏറ്റവും സിമ്പിളായിട്ട് ഇത് വെച്ച് തന്നെ ചെയ്യാം. ഇനി വേറെ വല്ല മെത്തേഡും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇനി കുറച്ച് വേറെ മെത്തേഡിലൂടെയൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. എ ബോൾ ഈസ് ത്രോൺ അപ്വേർഡ് ഫ്രം എ ഹൈറ്റ് h വിത്ത് എ വെലോസിറ്റി u. ദി ടൈം ആഫ്റ്റർ വിച്ച് ഇറ്റ് സ്ട്രൈക്സ് ദി ഗ്രൗണ്ട് ഈസ്. എ ബോൾ ഈസ് ത്രോൺ അപ്വേർഡ് ഫ്രം എ ഹൈറ്റ് h. താഴെ എത്താനെടുക്കുന്ന സമയം എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, h ഹൈറ്റിൽ നിന്നും മുകളിലോട്ട് എറിഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ h ഹൈറ്റ്. ഈ h ഹൈറ്റിൽ നിന്നും നമ്മുടെ ബോഡി എറിഞ്ഞത് എങ്ങോട്ടേക്കാണ്, മുകളിലേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ ട്രാവൽ എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുകളിലോട്ടേക്ക് പോയിട്ട് തിരിച്ചെങ്ങോട്ടേക്ക് വരും, താഴേക്ക് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ മുകളിലോട്ട് പോയി അവസാനം അത് തിരിച്ച് താഴെ വന്ന് വീഴും. ഓക്കെ, താഴെ വന്ന് വീഴും. ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. h ആണ്, ക്യാപിറ്റൽ ലെറ്റർ h. ഓക്കെ, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിട്ട് എടുക്കാനാണ് അവർ പറഞ്ഞത്, u ആയിട്ട് എടുക്കാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി u, ഇനീഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ മുകളിലേക്ക്, ആക്സിലറേഷൻ g താഴേക്ക്, ഡിസ്പ്ലേസ്മെൻറ്റ് a ആണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, b ആണ് എൻഡിങ് പോയിൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് h ആണ്, പക്ഷെ അത് ഡയറക്റ്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്, താഴേക്കാണ്. അപ്പോൾ u മാത്രം ഡയറക്ഷൻ തിരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ യുക്ക് എന്ത് കൊടുക്കണം, നെഗറ്റീവ് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവാണ്. ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസിൻ്റെ അടുത്ത് h എന്ന് കൊടുത്തു, യുവിൻ്റെ അടുത്ത് -ut പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, അതായത് ഹാഫ് ജി ടി സ്ക്വയർ -ut -h ഇസ് ഈക്വൽ ടു 0.
ഇതിൽ നിന്നും ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ടി കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓർമ്മ വരും അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ നമ്മൾ ടി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളുടെ ഇക്വേഷൻ മൈനസ്, അപ്പോൾ ടി ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഓപ്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഇങ്ങോട്ടാ പോണേ. കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ബി എന്താ നമുക്ക് നോക്കാം. ഇവിടെ ബി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് മൈനസ് യു ആണ്. ഓക്കെ, അപ്പം ബിയുടെ അടുത്ത് മൈനസ് യു കൊടുത്തു. അപ്പോൾ മൈനസ് മൈനസും പ്ലസ് ആയി. യു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ ആണ്. മൈനസ് 4a എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹാഫ് ജി ആണ്. ഹാഫ് ജി. അപ്പോൾ 4a. സി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? എച്ച് ആണ്. എച്ച് അല്ല, കൃത്യമായിട്ട് പറഞ്ഞാൽ മൈനസ് എച്ച് ആണ്. ആ മൈനസ് വരുമ്പോൾ ഇതെന്താവും? പ്ലസ് ആവും. ഡിവൈഡഡ് ബൈ 2a. 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഹാഫ് ജി ആണ്. അപ്പോൾ 2 ഇൻറ്റു ഹാഫ് ജി. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ഇതിനെ നമുക്കിനി ഒന്ന് മോഡിഫൈ ചെയ്ത് സെറ്റാക്കി വെക്കണം. അതാണ് നമ്മളുടെ ടാസ്ക്. അപ്പോൾ ഇതിനൊന്ന് മോഡിഫൈ ചെയ്ത് സെറ്റാക്കാൻ വേണ്ടി ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ യു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് 2gh ഓൾ ഡിവൈഡഡ് ബൈ ഈ 2 2 പോയാൽ ജി. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ കണ്ടുപിടിക്കുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ ഈ മൈനസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു മൈനസ് എന്ന് പറഞ്ഞിട്ട് സാരുമ്പോൾ ഇത് നെഗറ്റീവായി പോകും. കാരണം ഈ റൂട്ടിനകത്തുള്ളത് യുനേക്കാൾ വലിയൊരു നമ്പറാണ് കേട്ടോ. ഈ റൂട്ടിനകത്തുള്ളത് യുനേക്കാൾ വലിയൊരു നമ്പറാണ്. അപ്പോൾ യു സ്ക്വയർ പ്ലസ് സംതിങ് ആണ്. അപ്പോൾ അത് യുനേക്കാളും വലുതാണ്. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവായി പോകും. അപ്പോൾ ടൈം നെഗറ്റീവ് ആവും. ടൈം നമുക്ക് ഒരിക്കലും നെഗറ്റീവ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് കൊടുക്കാം? മൈനസിനെ അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു എന്താണ്? ടൈം ഈസ് ഈക്വൽ ടു നമുക്ക് ഈ ഓപ്ഷൻ നോക്കാം ഇനി അല്ലേ. ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് പറയാം യു ബൈ ജി പുറത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഈ യുവിനെ നമ്മളിവിടുന്ന് പുറത്തെടുക്കാൻ പോവാണ്. അപ്പോൾ യു നമ്മൾ പുറത്തെടുത്തിട്ട് യു ബൈ ജീനെ ഞാൻ പുറത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ യുവിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാവുക ഇവിടെ ഫസ്റ്റ് ടേമിൽ 1 ആണ്. മൈനസ് ഇല്ല, പ്ലസ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് നിന്നും യു പുറത്തെടുക്കുകയാണെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്നും യു പുറത്തെടുക്കുമ്പോൾ യു സ്ക്വയർ ആണ് പുറത്തെടുക്കേണ്ടത്. അപ്പോൾ യു സ്ക്വയർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കിയുള്ളത് റൂട്ടിൻ്റെ അകത്ത് 1 പ്ലസ് പിന്നെ 2gh. അവിടെ 2gh യു സ്ക്വയർ ഇല്ല. അപ്പോൾ ഞാൻ 2gh ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കുന്നു? യു സ്ക്വയർ കൊടുക്കുന്നു. 1 പ്ലസ് റൂട്ട് 2gh ഡിവൈഡഡ് ബൈ യു സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ഇത് ഏതെങ്കിലും ഒരു ഓപ്ഷനിലുണ്ടാവും. യു ബൈ ജി ഇൻറ്റു 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 2gh ഡിവൈഡഡ് ബൈ യു സ്ക്വയർ. അപ്പോൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ടി യു ബൈ ജി 1 പ്ലസ് അതാ ഓപ്ഷൻ 2 രണ്ടാമത്തെ ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ. വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മൾ 2 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. 24ഉം 25ഉം. ആദ്യം ചെയ്തത് 24ആണ്. ഓക്കെ, ഈ ചെയ്തത് 25ആണ്. അപ്പോൾ 24 25 നോക്കി. 25ാമത്തെ ചോദ്യത്തിൽ ഒരു പ്രത്യേകതയുള്ളത് യു എന്ന് പറയുന്നത് നെഗറ്റീവാണ് എന്ന് കൺസിഡർ ചെയ്യാൻ മറക്കാതിരിക്കുക. വേറെ ഒരു കാര്യവും 25ൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയും കൂടി ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ 25 ക്വസ്റ്റ്യൻ നമ്പർ 25 വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കൺസിഡർ ദിസ് സിറ്റുവേഷൻ ആസ് ഷോൺ ദിസ് ഡയഗ്രാം. ആഫ്റ്റർ ഹൗ മച്ച് ടൈം ദി ബ്ലോക്സ് എ ആൻഡ് ബി വിൽ കൊളൈഡ്. എത്ര സമയത്തിന് ശേഷമാണ് ഈ 2 ബ്ലോക്കും കൊളൈഡ് ചെയ്യാന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ബ്ലോക്ക് എടുക്കാം. ഒന്നാമത്തെ ബ്ലോക്ക് ട്രാവൽ ചെയ്ത ദൂരം, ഇത് രണ്ടും കൊളൈഡ് ചെയ്യുമ്പോൾ 2 പേരും ട്രാവൽ ചെയ്ത ദൂരം, ഒന്നാമത്തേൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും രണ്ടാമത്തേൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ആഡ് ചെയ്യുമ്പോൾ 200 എപ്പോഴാണോ ആവുന്നത് അല്ലേ, 200 എപ്പോഴാണോ ആവുന്നത് അപ്പോഴാണ് ഇവർ 2 പേരും തമ്മിൽ കൊളൈഡ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ആൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾ ബാക്കി ദൂരം ട്രാവൽ ചെയ്ത് അവിടെ എത്തുമ്പോഴാണ് ഇത് കൊളീഷൻ നടക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ കാര്യം തന്നെ അതാണ്. 2 പേരുടെയും ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 200 കിട്ടണം. ഓക്കെ, എത്ര സമയത്തിന് ശേഷമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ 2 പേരുടെയും ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്ത് 200 കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ആളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതാം, എയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതാം. എയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എസ് എ ബി എന്ന് എഴുതാം അല്ലേ, എ ബി എന്ന് എഴുതാം. അപ്പോൾ എസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യു തന്നിട്ടുണ്ടല്ലേ, എയുടെ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ 10t
പ്ലസ് ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു ടി സ്ക്വയർ. അതായത് എസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10t പ്ലസ് 2t സ്ക്വയർ. എസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ബിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്ക് ആക്സിലറേഷൻ ഇല്ല, ഇനീഷ്യൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. അപ്പം എന്താണ് യു ടി മാത്രം മതി, ഇനീഷ്യൽ വെലോസിറ്റി 20 ആണ്. അപ്പോൾ എന്താ വരിക 20t. ഇത് രണ്ടും ആഡ് ചെയ്താൽ 200 കിട്ടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 10t പ്ലസ് 20t 30t പ്ലസ് 2t സ്ക്വയർ ഇസ് ഈക്വൽ ടു 200. ഇവിടുന്ന് 2 കോമൺ ആയിട്ട് എടുത്ത് വെട്ടിക്കളഞ്ഞാൽ ടി സ്ക്വയർ പ്ലസ് 15t ഇസ് ഈക്വൽ ടു 100. ടി സ്ക്വയർ പ്ലസ് 15t ഈക്വൽ ടു 100. ഓക്കെ, അപ്പോൾ നമുക്കിത് മാച്ച് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്കിത് മര്യാദയ്ക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്കിത് ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടൈമിൻ്റെ വാല്യൂ നമുക്ക് 5 ആണെന്ന് പെട്ടെന്ന് നമുക്ക് ഓടും. കാരണം 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. പ്ലസ് 15 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75 ആണ്. ഈക്വൽ ടു എത്ര? 100. കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? 5 ആണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് പറയാൻ പറ്റും, 5 ആണെന്ന് പറയാൻ പറ്റും. ഇനി മര്യാദയ്ക്ക് ചെയ്ത് സമയം കളയണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. റൂട്ട് സോൾവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്, നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ എൻട്രൻസിലേക്ക് വരുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഓപ്ഷൻ നോക്കുക, ആൻസർ നമ്മൾ പിക്ക് ചെയ്തോളുക. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, ഓപ്ഷനിൽ 5ഉം 15ഉം 5ഉം 10ഉം 15 20 അതൊക്കെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, 10 ഒരിക്കലും വരില്ല, കാരണം 10ൻ്റെ സ്ക്വയർ തന്നെ 100, പിന്നെ അതിൻ്റെ കൂടെ അത് വരില്ല. അപ്പോൾ 10 താഴെയുള്ള നമ്പറേ വരൂ. 10 താഴെയുള്ള നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു ഓപ്ഷൻ ഉള്ളൂ 5. ഓക്കെ, 10 വരില്ല, കാരണം 10ൻ്റെ സ്ക്വയർ 100 10 × 15 150 250 എത്തും. അത് അങ്ങ് ജപ്പാനിലെത്തി. ഓക്കെ, പിന്നെ 15 20 വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമ്മൾ 5 മാർക്ക് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സിറ്റുവേഷൻ. രണ്ട് പേരുടെയും ഡിസ്പ്ലേസ്മെൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇവർക്കിടയിലുള്ള ദൂരം കിട്ടുന്നു. കാരണം രണ്ട് പേരും തമ്മിൽ എന്ത് ചെയ്യാണ്? കൊളൈഡ് ചെയ്യാണ്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 12 നിങ്ങൾ അയച്ചു തന്നതിനകത്ത് ചെയ്യാനുള്ളത്. വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A stone is thrown vertically upwards such that this travel in 3rd second and 4th second are equal. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഒരു ചോദ്യമാണ്. 3rd സെക്കൻഡും 4th സെക്കൻഡും ഈക്വൽ എന്ന് പറയുന്ന ചോദ്യം. ഇത് റിപ്പീറ്റാണ്. അപ്പോൾ നമ്മൾ ഇത് ഇനി രണ്ടാമതും സോൾവ് ചെയ്യുന്നില്ല, റിപ്പീറ്റ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ നമുക്കറിയാം 45 ആണെന്ന്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതൊരു ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യനാണ് അല്ലേ. The velocity displacement graph of a particle moving in a straight line is shown in this figure. The acceleration displacement graph will be. ആദ്യം തന്നത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഗ്രാഫ് നല്ല രസമാണ് ചെയ്യാൻ. നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. ഫുൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം വെലോസിറ്റി കൂടി വരികയാണ്. വെലോസിറ്റി കൂടി വരികയാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി കൂടി വരികയാണെങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവാണ്. പിന്നെ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആക്സലറേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ 2 സെക്കൻഡ് വരെ ആക്സലറേഷൻ പോസിറ്റീവാണ്, 6 സെക്കൻഡ് വരെ ആക്സലറേഷൻ നെഗറ്റീവാണ്. ആ പോസിറ്റീവ് ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ, കാരണം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. അയ്യോ, ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ല, നമ്മൾ പൊട്ടു. ഇതെന്ത് ഗ്രാഫാണ്? ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ല, ഇത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫാണ്. അപ്പോൾ നമ്മളെ കളി പെട്ടെന്നൊന്നും നടക്കില്ല. ഓക്കെ, എന്നാൽ നമുക്ക് ഇതുമല്ലൊരു കളി കളിച്ച് നോക്കാം. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൽ നിന്നും നമുക്ക് ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് എങ്ങനെ എത്തിക്കാം? ഓക്കെ, അപ്പം വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും ആക്സിലറേഷനും നമ്മൾ കണക്ട് ചെയ്താൽ നമുക്കൊരു ഇക്വേഷൻ ഓർമ്മ വരണം പെട്ടെന്ന്. എന്താ അറിയാം? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു വെലോസിറ്റി ഗ്രാഡിയൻറ്റ് dv/dx. ഓക്കെ, റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 0 മുതൽ 2 വരെ ഇതിൻ്റെ dv/dx എന്ന് പറയുന്ന സാധനം, 0 മുതൽ 2 വരെ dv/dx എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി നമുക്ക് നമ്മളൊരു കമൻറ്റ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും 0 മുതൽ t വരെ dv/dx എന്ന് പറയുന്നത് പോസിറ്റീവാണ് അല്ലേ? 0 മുതൽ t വരെ dv/dx പോസിറ്റീവാണ്. ഓക്കെ, അതൊരു കോൺസ്റ്റൻറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആദ്യത്തെ 2 സെക്കൻഡിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റീനെ പ്രപ്പോർഷണലാണ്. ആദ്യത്തെ 2 സെക്കൻഡിൽ ആക്സലറേഷൻ വെലോസിറ്റീനെ പ്രപ്പോർഷണലാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വെലോസിറ്റി കൂടി വരുവാണെങ്കിൽ ആക്സലറേഷനും ആദ്യത്തെ 2 സെക്കൻഡ് വരെ എന്ത് ചെയ്ത് തന്നെ വരണം? കൂടി തന്നെ വരണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 സെക്കൻഡിൽ ആക്സലറേഷൻ കൂടി വരുന്ന ഗ്രാഫുകൾ നമ്മൾ സെലക്ട് ചെയ്യാണ്.
ഓക്കെ, ആക്സിലറേഷൻ വെലോസിറ്റിയുടെ പ്രൊപ്പോർഷണലാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, വെലോസിറ്റി ഒരു യൂണിഫോം ആയിട്ടാണ് ഇവിടെ കൂടിക്കൂടി വരുന്നത്. അപ്പം ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 സെക്കൻഡിൽ എന്തായി കഴിഞ്ഞാലും ഫോർത്ത് ഒഴിവാക്കാൻ പറ്റിയ ഗ്രാഫുകൾ നമുക്ക് നോക്കാം. ഫോർത്ത് ഗ്രാഫ് വരില്ല ഒരിക്കലും, കാരണം ആക്സിലറേഷൻ നെഗറ്റീവാണ്. ആദ്യത്തെ 2 സെക്കൻഡിൽ വരില്ല. ആദ്യത്തെ 2 സെക്കൻഡിൽ ആക്സിലറേഷൻ എന്ത് വരണം? പോസിറ്റീവ് വരണം. കാരണം dv/dx പോസിറ്റീവാണ്, വെലോസിറ്റിയും എന്താണ്? പോസിറ്റീവാണ് അല്ലേ? രണ്ട് സാധനവും പോസിറ്റീവാണ്. വെലോസിറ്റിയും പോസിറ്റീവാണ്, dv/dx രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ രണ്ടും പോസിറ്റീവാണെങ്കിൽ ആദ്യത്തെ 2 സെക്കൻഡിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആദ്യത്തെ 2 സെക്കൻഡിൽ ആക്സിലറേഷൻ നെഗറ്റീവ് വരുന്ന ഗ്രാഫാണ് 4ാമത്തെ ഗ്രാഫ്. പിന്നെ 3ാമത്തെ ഗ്രാഫ് ഒരിക്കലും വരില്ല, കാരണം ആക്സിലറേഷൻ ഡിസ്റ്റൻസുമായിട്ടുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷനും ഡിസ്റ്റൻസും തമ്മിലുള്ള വേരിയേഷൻ ഇവിടെ ഒരു പാരാബോളിക് വേരിയേഷനാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്സിലറേഷൻ ഡിസ്റ്റൻസ് തമ്മിലുള്ള വേരിയേഷൻ പാരാബോളിക് വരികയില്ല, കാരണം ആക്സിലറേഷൻ വെലോസിറ്റീനെ പ്രൊപ്പോർഷണലാണ്. വെലോസിറ്റി കോൺസ്റ്റൻറ്റ് റേറ്റിലാണ് കൂടുന്നതെങ്കിൽ ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫും ഇതേപോലെ തന്നെ ഉണ്ടാകും. ഓക്കെ, കാരണം dv/dx ഇവിടെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ആക്സിലറേഷൻ വെലോസിറ്റിനെ മാത്രമാണ് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഈ 3യും വരില്ല. പിന്നെ നമ്മുടെ മുന്നിൽ 2 ഗ്രാഫാണുള്ളത്, 1ഉം 2ഉം. അപ്പോൾ 1ആണോ 2ആണോ എന്ന് അറിയാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. 2 മുതൽ 6 സെക്കൻഡ് വരെയുള്ള ടൈം 2 മുതൽ 6 സെക്കൻഡ് വരെയുള്ള ടൈം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 മുതൽ 6 സെക്കൻഡ് വരെയുള്ള ടൈം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ആക്സിലറേഷൻ നമുക്ക് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 2 മുതൽ 6 സെക്കൻഡ് വരെ ഇതിൻ്റെ dv/dx ആക്സിലറേഷൻ വീണ്ടും നമുക്ക് v × dv/dx തന്നെ എഴുതാം. ഓക്കെ, ഇവിടെ dv/dx എന്ന് പറയുന്ന സാധനം എന്താണ്? dv/dx എന്ന് പറയുന്ന സാധനം നെഗറ്റീവാണ്. വെലോസിറ്റി ത്രൂ ഔട്ട് പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ഇവിടെയും ആക്സിലറേഷൻ നമുക്ക് എന്താണെന്ന് തന്നെ പറയാം. ആക്സിലറേഷൻ വെലോസിറ്റീനെ പ്രൊപ്പോർഷണലാണ്. പക്ഷേ അവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, ആ കോൺസ്റ്റൻ്റ് നെഗറ്റീവാണ്. അതായത് ത്രൂ ഔട്ട് ആക്സിലറേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇത് ഇവിടെ ഈ ഗ്രാഫ് വരില്ല. ഇവിടെ ആക്സിലറേഷൻ 1ാമത്തെ ഗ്രാഫും വരില്ല, കാരണം 1ാമത്തെ ഗ്രാഫിൽ ആക്സിലറേഷൻ എന്താണ്? പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആൻസർ ഏതാണ്? സെക്കൻഡ് വൺ ആണ്. ആക്സിലറേഷൻ ആദ്യം പോസിറ്റീവ് പിന്നെ നെഗറ്റീവ്. ആദ്യ ആക്സിലറേഷൻ എന്തിനെ പ്രൊപ്പോർഷണലാണ്? വെലോസിറ്റീനെ പ്രൊപ്പോർഷണലാണ്. പിന്നെയും ആക്സിലറേഷൻ എന്തിനെ പ്രൊപ്പോർഷണലാണ്? വെലോസിറ്റീനെ പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ പരിപാടി. റെഡി? ഓക്കെ, വേറൊരു കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ഹാഫിൽ ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റിനെയും പ്രൊപ്പോർഷണലാണ്. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണലാണ് അല്ലേ? ആദ്യത്തെ ഗ്രാഫിലും വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണലാണ്. ആക്സിലറേഷൻ വെലോസിറ്റിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പം ഗ്രാഫ് ഏതാണ്? സെക്കൻഡ് വൺ ആയിരിക്കും നമ്മളുടെ ഗ്രാഫ്. ഫസ്റ്റ് ആക്സിലറേഷൻ പോസിറ്റീവ് ആയിരിക്കും, പിന്നെ ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആക്സിലറേഷൻ നമ്മുടെ വെലോസിറ്റിനെ എന്തുമാണ്? പ്രൊപ്പോർഷണലുമാണ്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ വരിക സെക്കൻഡ് വൺ ആണ്. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 16, ക്വസ്റ്റ്യൻ നമ്പർ 16 നമുക്ക് വായിച്ചു നോക്കാം. എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് അണ്ടർ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ 5 for 10 seconds and it moves under constant retardation for 5 seconds and stops. Total distance travelled is. ഓക്കെ, റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ എത്രയാണ്? 5 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ടൈം എത്രയാണ്? 10 സെക്കൻഡ് ആണ്. അപ്പോൾ 10 സെക്കൻഡ് 5a ആക്സിലറേഷനിൽ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ആ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. S = ut + ½ t². u 0 ആണ്. പിന്നെ 1/2 × 5 × t², 100 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 50 × 5 250 മീറ്റർ കിട്ടും. ആദ്യത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കഴിഞ്ഞില്ല. ഇനിയാണ് അടുത്ത കഥയിൽ പറയുന്നത് ഇത് മൂവ്സ് അണ്ടർ കോൺസ്റ്റൻറ്റ് റിട്ടാർഡേഷൻ ഫോർ 5 സെക്കൻഡ്. പിന്നീടുള്ള 5 സെക്കൻഡിൽ ഇത് കോൺസ്റ്റൻറ്റ് റിട്ടാർഡേഷനിൽ ആണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത 5 സെക്കൻഡ് എത്രയാണ് ആ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? കോൺസ്റ്റൻറ്റ് റിട്ടാർഡേഷൻ ഫോർ 5 സെക്കൻഡ് ആൻഡ് സ്റ്റോപ്സ് ഇല്ല. അടുത്ത റിട്ടാർഡേഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, 5 സെക്കൻഡാണ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫൈനൽ വെലോസിറ്റി എന്താണ്? ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, v' 0 ആണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ v എന്താ നമുക്കറിയാൻ പറ്റുമോ നോക്കാം.
വി എന്താണെന്ന് അറിയാൻ പറ്റുമോ നോക്കുക കഴിഞ്ഞാൽ ഫസ്റ്റ് പോർഷനിലെ ഫൈനൽ വെലോസിറ്റി ആയിരിക്കും സെക്കൻഡ് പോർഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോർഷനിലെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഫസ്റ്റ് പോർഷനിലെ ഫൈനൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു യു എന്ന് പറയുന്നത് 0 ആണ്, എ എന്ന് പറഞ്ഞാൽ 5 ആണ്, ടി എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് കിട്ടുക? 50 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 50 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി, ഫൈനൽ വെലോസിറ്റി അറിയാം, ടൈം അറിയാം അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ടൈമും അറിയാം. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. യു പ്ലസ് വി ബൈ 2 ഇസ് ഈക്വൽ ടു എസ് ബൈ ടി. അങ്ങനെയാണെങ്കിൽ യു പ്ലസ് വി ബൈ 2 എന്ന് പറഞ്ഞാൽ 15 0 വരുമ്പോൾ 25 ആണ് വരിക, ഇസ് ഈക്വൽ ടു എസ് ബൈ എത്രയാണ്? 5. 25 × 5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 25 × 5 എന്ന് പറഞ്ഞാൽ 125 വരും. അപ്പോൾ രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടിയ എത്രയാണ്? 125 ആണ്. ആദ്യത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 250 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 375 മീറ്റർ. ഓക്കെ, 375 മീറ്റർ നമ്മളുടെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നമ്മൾ നോക്കിയിരിക്കുന്നുണ്ട്, 375. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉപയോഗിച്ച 2-3 കൺസെപ്റ്റ്, ഒന്ന് ഫസ്റ്റ് പോർഷനിലെ ഫൈനൽ വെലോസിറ്റി, സെക്കൻഡ് പോർഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി. രണ്ടാമത്തത് നമ്മളുടെ ഈ സ്പെഷ്യൽ ഇക്വേഷൻ യു പ്ലസ് വി ബൈ 2 ഈസ് ഈക്വൽ ടു എസ് ബൈ ടി. യുവും വിയും ടിയും അറിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എസ് കണ്ടുപിടിക്കാം. അവിടെ ആക്സിലറേഷൻ അറിയാതെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചു. വേണേൽ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിച്ചിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. അതൊക്കെ കുറച്ച് ലെങ്തി സ്റ്റെപ്പാണ്. ഇതാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും എനിക്കിതിനെപ്പറ്റിയും പറയാനില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയത് കാരണം ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അണ്ടർ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. ഇറ്റ് ട്രാവൽസ് 15 മീറ്റർ ഇൻ 3rd സെക്കൻഡ് ആൻഡ് 31 മീറ്റർ ഇൻ 7th സെക്കൻഡ്. ഫൈൻഡ് ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. ഇതാണ് പറഞ്ഞത്. ഓക്കെ, മൂവിങ് അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. ഇനീഷ്യൽ വെലോസിറ്റി 0 ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, 3rd സെക്കൻഡിൽ 15 മീറ്റർ. അപ്പോൾ നമുക്ക് എഴുതാം 3rd സെക്കൻഡിൽ 15 മീറ്റർ ആണെങ്കിൽ 3rd സെക്കൻഡിൽ ട്രാവൽ ചെയ്തൊരു ദൂരം എന്ന് പറയുന്നത് 15 മീറ്റർ. അപ്പോൾ 15 ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു 2.5. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞ എന്താ? 7th സെക്കൻഡിൽ 31 മീറ്റർ. ഓക്കെ, അപ്പോൾ 31 മീറ്റർ 7th സെക്കൻഡിൽ. അപ്പോൾ യു പ്ലസ് എ ഇൻറ്റു 7 മൈനസ് ഹാഫ് എന്ന് പറയുമ്പം 6.5. ഈ രണ്ട് ഡാറ്റ ഉപയോഗിച്ചിട്ട് യുവും എയും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഒരു പണിയില്ല, സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്താൽ മതി. സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 31 മൈനസ് 15 വരും. അത് 16 ആണ്. റൈറ്റ് സൈഡിൽ വരുന്നത് യുവും ക്യാൻസലായി പോകും. 6.5a മൈനസ് 2.5a എന്ന് പറഞ്ഞാൽ അത്രയാണ്? 4a ആണ്. അപ്പോൾ എ ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആ ആക്സിലറേഷൻ എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇക്വേഷൻ 1-ത്തോട്ട് ആക്സിലറേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 15 ഈസ് ഈക്വൽ ടു യു പ്ലസ് 4 × 2.5. 4 × 2.5 എന്ന് പറഞ്ഞാൽ 10 ആണ്. 15 ഈക്വൽ ടു യു പ്ലസ് 10 ആൻഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് യു ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആക്സിലറേഷൻ 4 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 5 ആണ്. ഓപ്ഷൻ ഒന്നും ഇവിടെ ഇല്ല. ഓക്കെ, എനിവേ ഇത് നമ്മൾ ഒരുപാട് തവണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 ഇക്വേഷൻ കിട്ടുകയാണ്. ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സിലറേഷനും രണ്ടും തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനീഷ്യൽ വെലോസിറ്റിയും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എ ബോയ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 50 meter behind a bus. The bus moves under constant acceleration 4 meter per second square. With minimum constant velocity, boy should start running to catch the bus. ഇതാണ് നിങ്ങളോട് ചോദിച്ചത്. എത്ര മിനിമം വെലോസിറ്റിയിൽ ഓടിക്കഴിഞ്ഞാൽ ബോയ്ക്ക് ബസ്സിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇതാണ് നമ്മളുടെ ബോയ്. ഇവിടെയുണ്ട് നമ്മളുടെ ബസ്. ഓക്കെ, ഇവർക്കിടയിലുള്ള ദൂരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 50 മീറ്റർ ആണ്. ബസ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ബോയും ബസ്സും ഒരേ സ്ഥലത്താണ് ഉണ്ടാവുക.
ഓക്കെ, അപ്പോൾ ബോയുടെ ഡിസ്പ്ലേസ്മെൻറ്റും ബസ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലെ കണക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് S1 ആണെങ്കിൽ ബോയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് S2 എന്ന് വിളിച്ചാൽ നമുക്ക് പറയാൻ പറ്റും S1 പ്ലസ് 50 ആണ് എന്ത് S2. ഓക്കെ, അപ്പോൾ ബസ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എഴുതാം. ബസ് റെസ്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആക്സിലറേഷൻ 4 ആണ്. ഓക്കെ, അപ്പോൾ ബസ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 12 ഇൻറ്റു AT², അതായത് 4 ഇൻറ്റു T² പ്ലസ് 50 ഇസ് ഈക്വൽ ടു S2, അതായത് ഈ ബോയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ബോയുടെ വെലോസിറ്റി എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ബോയുടെ വെലോസിറ്റി U ആയിട്ട് നമുക്ക് എടുക്കാം, ഇൻറ്റു T. ബോയ്ക്ക് ആക്സിലറേഷൻ ഒന്നും ഇല്ല, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടുന്ന് എല്ലാം വെട്ടിക്കളഞ്ഞു. 2T² മൈനസ് UT പ്ലസ് 50 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനിയാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. മിനിമം വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ടൈമിന് ഒരു മിനിമം ഒരു വാല്യൂ കിട്ടണമെങ്കിൽ നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ മിനിമം ഒരു വാല്യൂ എങ്കിലും കിട്ടണമെങ്കിൽ, സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ 2 വാല്യൂ ഉണ്ടാവും, മിനിമം ഒരു വാല്യൂ എങ്കിലും കിട്ടണമെങ്കിൽ B² മൈനസ് 4AC എന്താവണം? 0 ആവണം. ഓക്കെ, അപ്പോൾ ടൈമിന് മിനിമം ഒരു വാല്യൂ എങ്കിലും കിട്ടണമെങ്കിൽ B² മൈനസ് 4AC 0 ആവണം. അതായത് U² മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 50 എന്ന് പറയുന്ന സാധനം എന്താവണം? 0 ആവണം. അപ്പോൾ U² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 50 100, അപ്പോൾ 400 ആവണം. അതായത് U എന്താവണം? 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലെങ്കിലും ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ഇയാൾക്ക് ബസ്സിന് എന്ത് ചെയ്യാൻ പറ്റൂ? ക്യാച്ച് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഓടേണ്ട മിനിമം വെലോസിറ്റി 15 ആണ്. ഇവിടെ ടിക്ക് ചെയ്തേക്കുന്നത് 15 അല്ല, ഇതിൻ്റെ ആൻസർ എത്രയാണ്? 20 ആണ്. 20 മീറ്റർ ആണ്. 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഞങ്ങൾ ഇതിൻ്റെ ആൻസർ. ഓക്കെ, നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ എടുത്തതിൽ എന്തെങ്കിലുമൊക്കെ മാറിപ്പോയിനോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 12 AT² പ്ലസ് 50 ഇസ് ഈക്വൽ ടു UT. ഓക്കെ, ഇതിനൊന്നും കൺഫ്യൂഷനൊന്നുമില്ല. 2T² മൈനസ് UT പ്ലസ് 50 ഇസ് ഈക്വൽ ടു 0. B² മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. U² മൈനസ് 4 ഇൻറ്റു A2 ആണ്. C എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, കറക്റ്റാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. 20 തന്നെയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ എന്തെങ്കിലും മാറിപ്പോയോ, വെട്ടിക്കളഞ്ഞാൽ എന്തെങ്കിലും മാറിപ്പോയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നിങ്ങൾ ടിക്ക് ചെയ്ത് അയച്ചത് 15 ആണ്. ഓപ്ഷൻ മാറിപ്പോയതായിരിക്കാം, എന്താവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ a particle is moving in a straight line under constant acceleration, travels a distance 3d in 5th second, 5d in 6th second, displacement in 8 second. ഇത് നമ്മൾ ഓൾറെഡി ചെയ്താണ്, നമ്മളിതിന് മുന്നേ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റാണ്. നിങ്ങൾ ഡൗട്ട് ക്ലിയറൻസിനകത്ത് തന്നെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഉണ്ട്. ഇത് ഡൗട്ട് ക്ലിയറൻസിനകത്ത് റിപ്പീറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ടോപ്പ് ഓഫ് എ ടവർ of height h. It travels a distance 15h by 64 in last second. Time of journey and height of tower is. ഓക്കെ, 15h by 64 ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. 15h by 64 എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡൗട്ട് ക്ലിയറൻസ് അയച്ചതിനകത്ത് ഇതുണ്ട്. 15h by 64. ഓക്കെ, ചെയ്താലേ നമുക്ക് ചെയ്യാം, ചെയ്താണ് നമുക്ക് വേണ്ട. 15h by 64. കണ്ടതായിട്ടൊരു ഓർമ്മയുണ്ട്, കാണുന്നില്ല. അതാ ഇവിടെ നമ്മൾ ചെയ്താണ് ഈ ചോദ്യം. അപ്പോൾ അത് റിപ്പീറ്റാണ്. ഇതിൻ്റെ ആൻസർ 2 ആണ്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഉള്ള സ്ഥലത്തേക്ക് പോവാം. (15h by 64) എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. ഇത് റിപ്പീറ്റഡ്. അപ്പോൾ ഇതും റിപ്പീറ്റാണ്. നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിനകത്ത് ഇതും റിപ്പീറ്റാണ്. അങ്ങനെയാണ് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് 350 മീറ്റർ എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആഫ്റ്റർ ഹൗ മച്ച് ടൈം ദി ഡിസ്റ്റൻസ് ഓഫ് ദി സ്റ്റോൺ അബവ് ദി ഗ്രൗണ്ട് ഈസ് 300 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നത് ഒരു ടവറിൻ്റെ മുകളിൽ നിന്നും ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു. 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ സ്പീഡ്. ഓക്കെ, മുകളിലോട്ടേക്കാണ് എറിഞ്ഞത്. അപ്പോൾ അത് മുകളിലോട്ടേക്ക് പോയിട്ട് തിരിച്ച്
താഴെ വരും. ഓക്കെ, താഴെ വരും. ഈ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 350 മീറ്ററാണ്. 350 മീറ്ററാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അതിൻ്റെ ഹൈറ്റ് എപ്പോഴാണ് 300 മീറ്റർ ആവുക എന്നാണ് ചോദിച്ചത്. അതായത് ഇവിടെ ആയിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പം എത്ര മീറ്ററാണ്? 300 മീറ്ററാണ്. ഇതാണ് ചോദ്യം. ഓക്കെ, എത്ര സമയത്തിന് ശേഷമാണെന്നാണ് ചോദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ആക്സിലറേഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ആണ്, ഡയറക്റ്റഡ് ഡൗൺവേർഡ് ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതാണ് എ ആണ് ഇനീഷ്യൽ പോയിൻറ്റ്, ബി ആണ് ഫൈനൽ പോയിൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം 50 മീറ്ററാണ്. 50 മീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾസോ ഡയറക്റ്റഡ് ഡൗൺവേർഡ്, യു മാത്രം മുകളിലോട്ടേക്കാം. അപ്പോൾ നമുക്ക് ടൈം കണ്ടുപിടിക്കാം. ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉപയോഗിക്കുമ്പോൾ യുക്ക് നമ്മൾ എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 50 ഈസ് ഈക്വൽ ടു -15t പ്ലസ് ഹാഫ് ജി. ഹാഫ് ജി എന്ന് പറയുമ്പോൾ 5 ആണ്, ടി സ്ക്വയർ. ഇവിടുന്ന് 5 കോമൺ ആയിട്ട് അങ്ങ് വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ 10 ഈസ് ഈക്വൽ ടു -3t പ്ലസ് ടി സ്ക്വയർ. ഇനി നമ്മളൊന്ന് അറേഞ്ച് ചെയ്താൽ ടി സ്ക്വയർ -3t - 10 ഈസ് ഈക്വൽ ടു 0. ഇത് നമുക്ക് സോൾവ് ചെയ്ത് ടൈം കണ്ടുപിടിക്കാം. ഓപ്ഷനിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ടി സ്ക്വയറിൽ നിന്നും 3t മൈനസ് ചെയ്ത് 10 കൂടി മൈനസ് ചെയ്താൽ 0 കിട്ടണം അല്ലേ? അപ്പോൾ ടി സ്ക്വയറിൽ നിന്ന് 3t മൈനസ് ചെയ്താൽ എന്ത് കിട്ടണം? 10 കിട്ടണം. ടി സ്ക്വയറിൽ നിന്ന് 3t മൈനസ് ചെയ്താൽ 10 കിട്ടണമെങ്കിൽ 25ൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ 25 5 15 കറക്റ്റാണ് അല്ലേ? 5 ടൈം. ഓക്കെ, ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 5 ഉണ്ടാവും. ഓക്കെ, ഓപ്ഷൻ ഉണ്ട് 5. നമ്മൾ വെറുതെ ചെയ്ത് സമയം കളയണ്ട, ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതായത് ടിക്ക് 5 കൊടുത്തു കഴിഞ്ഞാൽ 25 - 35 15 - 10 ഈക്വൽ ടു 0. കണ്ട, കറക്റ്റ് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ടൈമിൻ്റെ വാല്യൂ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുന്നതേ ഉള്ളൂ. 5 സെക്കൻഡാണ് ഇവിടെ ആൻസർ. ഓക്കെ, ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ. ഇനീഷ്യൽ വെലോസിറ്റി മുകളിലോട്ടേക്കാണ്, ബാക്കിയെല്ലാം താഴോട്ടേക്കാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിക്ക് നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 balls A and B thrown simultaneously with the same speed from top of a tower. A vertically upward, B vertically downward, and they reach ground in a time t1 and t2. Height of the tower is. ടവറിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദ്യം. 2 ബോൾ എയും ബിയും ഒരുമിച്ചെറിയാണ്. ഒന്ന് ഫ്രം ദി ടോപ്പ് ഓഫ് ദി ടവർ, ഒന്ന് മുകളിലോട്ടേക്കും ഒന്ന് താഴോട്ടേക്കും അല്ലേ? ഒരെണ്ണം മുകളിലോട്ടേക്ക് എറിഞ്ഞത് എത്താനെടുത്ത സമയം t1, താഴോട്ടേക്ക് എറിഞ്ഞത് എത്താനെടുത്ത സമയം t2. ടവറിൻ്റെ ഹൈറ്റ് എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോവാം. രണ്ട് പേരുടെ കേസ് എടുക്കാം. ഇതാണ് നമ്മളുടെ ടവർ. ഓക്കെ, ഈ ടവറിൻ്റെ 2 balls can be thrown simultaneously from same speed top of the tower. One is vertically downward and one is vertically upward. അപ്പോൾ നമുക്ക് vertically downward ആദ്യം നമുക്ക് കൺസിഡർ ചെയ്യാം. വിത്ത് എ സ്പീഡ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, യു. ഓക്കെ, യു സ്പീഡിൽ താഴേക്ക് എറിഞ്ഞു. അപ്പോൾ യു താഴേക്കാണ്. അതിൻ്റെ ആക്സിലറേഷൻ ജി ആണ്, അതും താഴേക്കാണ്. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് അല്ലെ? താഴെ എത്തി എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അതും താഴേക്കാണ്. അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു, അതായത് എച്ച് ഇസ് ഈക്വൽ ടു യു ടി, അത് t1 എന്ന് വിളിക്കാം. യു t1 പ്ലസ് ഹാഫ് ജി t1 സ്ക്വയർ, ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാം. രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഇതേ കേസല്ല, ഇത് മുകളിലേക്കാണ് എറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി മുകളിലേക്കാണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ജി തന്നെയാണ്, അത് താഴേക്കാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് തന്നെയാണ്, അതും താഴേക്കാണ്. പക്ഷേ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി മുകളിലോട്ടേക്കാണ്ട് അവിടെ നെഗറ്റീവ് കൊടുക്കണം. അപ്പോൾ നമുക്ക് എഴുതാം എച്ച് ഇസ് ഈക്വൽ ടു -u(t2) പ്ലസ് ഹാഫ് ജി t1 സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദി ടവർ എത്രയാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ടവർ ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മളുടെ അടുത്ത ടാസ്ക്. പക്ഷേ ആ ഹൈറ്റ് ഓഫ് ദി ടവറിനകത്ത് ജിയും t1ഉം t2 മാത്രമേ പാടുള്ളൂ. അതാണ് ഇതിനകത്തുള്ള ടാസ്ക്. ജിയും t1ഉം t2 മാത്രമേ പാടുള്ളൂ. അതായത് ഇവിടെ എന്തുണ്ടാവാൻ പാടില്ല? യു ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ യുവിനെ നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കണം. യുവിനെ ഒഴിവാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം. ഓക്കെ, എന്താണ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും
യു എടുത്ത് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് യു ഒഴിവായി കിട്ടും. അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും യു എടുത്ത് ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം നമുക്ക്. അല്ല, ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ യു എന്താ നമുക്ക് നോക്കാം. എച്ച് മൈനസ് ഹാഫ് ജി ടി വൺ സ്ക്വയർ, അതാണ് യു ടി വൺ. ഓൾ ഡിവൈഡഡ് ബൈ ടി വൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യു കിട്ടും. എച്ച് മൈനസ് ഹാഫ് ജി ടി വൺ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ ടി വൺ. അതെടുത്തിട്ട് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് യു. മൈനസ് യു എന്ന് പറയുമ്പോൾ മൈനസ് എച്ച്, ഓക്കെ, മൈനസ് എച്ച് പ്ലസ് ഹാഫ് ജി ടി വൺ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ ടി വൺ. മൈനസ് ഉള്ളതുകൊണ്ട് പ്ലസ്സിനെല്ലാം മൈനസ് ആക്കി, മൈനസിനെല്ലാം പ്ലസ്സും ആക്കി. ഡിവൈഡഡ് ബൈ ടി വൺ. ഇതാണ് യു ഇൻറ്റു ടി ടു. യു ടി ടു കൊടുത്തു പ്ലസ് ഹാഫ് ജി ടി വൺ സ്ക്വയർ. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. എച്ച് ഇസ് ഈക്വൽ ടു, ഞാനിതിനെ ത്രൂ ഔട്ട് ടി വൺ കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എച്ച് ടി വൺ എന്ന് എഴുതാം നമുക്കിതിനെ. ഇസ് ഈക്വൽ ടു ബൈ ടി വൺ അങ്ങ് പോയി കിട്ടും. അപ്പോൾ ടി വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ നമുക്ക് കിട്ടും മൈനസ് എച്ച്, അതായത് മൈനസ് നമുക്ക് രണ്ടാമത് എഴുതാം, ഹാഫ് ജി ടി വൺ സ്ക്വയർ ഇൻറ്റു ടി ടു. ഹാഫ് ജി ടി വൺ സ്ക്വയർ ഇൻറ്റു ടി ടു വരും അല്ലേ. നമ്മൾ ടി വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ടി വണ്ണും ടി വണ്ണും തമ്മിൽ എന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി. ഹാഫ് ജി ടി വൺ സ്ക്വയർ ഹാഫ് ജി ടി വൺ സ്ക്വയർ ഇൻറ്റു ടി ടു പോരാ. ഹാഫ് ജി ടി വൺ സ്ക്വയർ മൈനസ് എച്ച് ഇൻറ്റു ടി ടു. റൈറ്റ്സ് ഇപ്പുറത്ത് ഉണ്ടാവുക. നമ്മൾ ടി വൺ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഹാഫ് ജി ടി വൺ സ്ക്വയർ ഇൻറ്റു ടി വൺ വരും അല്ലേ. ടി വൺ രണ്ട് തവണ വരും. അപ്പോൾ ടി വൺ ക്യൂബ് വരും. അപ്പോൾ ടി വൺ ക്യൂബ് വരും. ഓക്കെ, ചെറിയൊരു പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടി വണ്ണും ഇവിടെ ടി ടു എന്ന് എഴുതി പറയാതെ ഇവിടെ ടി വൺ എഴുതിപ്പോയി. ഇവിടെ ടി വൺ അല്ല, ഇവിടെ ടി ടു ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടി ടു ആദ്യത്തിലൊന്നും മാറ്റമില്ല. ടി വൺ കൊടുത്തൊക്കെ കറക്റ്റ് തന്നെ. പക്ഷേ ഇവിടെ ടി ടു സ്ക്വയർ ആണ് വരിക. അപ്പോൾ ഇവിടെ ടി വൺ ക്യൂബ് അല്ല വരിക, ടി ടു സ്ക്വയർ ഇൻറ്റു ടി വൺ വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാനിവിടെ ടി വൺ ഒന്ന് മാറ്റിയിട്ട് ടി ടുക്ക് വരെ ടി വൺ എഴുതി പോയിട്ടുണ്ട്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെയാണ്. ഇവിടെ ടി ടുക്ക് വരെ ഞാൻ ടി വൺ എന്നായിരുന്നു ഇവിടെ ആദ്യം എഴുതിയത്. അപ്പോൾ ഇവിടെ മാറ്റം വന്നിട്ടുണ്ട്, ഇവിടെയും മാറ്റം വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ കാത്തോട്ടെടുക്കാം. അപ്പോൾ എച്ച് ടി വൺ ഇസ് ഈക്വൽ ടു ഇതാത്തോട്ട് കഴിഞ്ഞാൽ ഹാഫ് ജി ടി വൺ സ്ക്വയർ ടി ടു മൈനസ് എച്ച് ടി ടു പ്ലസ് ഹാഫ് ജി ടി ടു സ്ക്വയർ ടി വൺ. നമുക്ക് എച്ചിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എച്ച് ടി വൺ പ്ലസ് എച്ച് ടി ടു വരും. അതായത് എച്ച് ഇൻറ്റു ടി വൺ പ്ലസ് ടി ടു ഇസ് ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിൽ ഹാഫ് ജി നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ടി വൺ എടുക്കാം, അതുപോലെ തന്നെ ടി ടു എടുക്കാം. ഓക്കെ, ഹാഫ് ജി ടി വൺ ടി ടു പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഹാഫ് ജി ടി വൺ ടി ടു പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് വരുന്നത് ടി വൺ ആണ്. ഇപ്പുറത്ത് ബാക്കി വരുന്നത് ടി ടു ആണ്. ടി വൺ പ്ലസ് ടി ടു. ഓക്കെ, ടി വൺ പ്ലസ് ടി ടു ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞു. എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി വൺ ടി ടു. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അത് നമ്മളുടെ ഓപ്ഷനിൽ കണ്ടിട്ടുണ്ട്. എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി വൺ ടി ടു. നമ്മുടെ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് ജി ടി വൺ ടി ടു. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് എറിഞ്ഞു, അതേ സ്പീഡിൽ തന്നെ ഒരു കല്ല് മുകളിലോട്ട് എറിഞ്ഞു. ഒന്നാമത്തെ എത്താനെടുത്ത ടൈം ടി വൺ, രണ്ടാമത്തെ എത്താനെടുത്ത ടൈം ടി ടു. രണ്ട് ഇക്വേഷൻ എഴുതി ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എഴുതി. അതിലൊരു ഇക്വേഷൻ എഴുതിയപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിക്ക് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിക്ക് നെഗറ്റീവ് കൊടുത്തു, 2 എഴുതി. ഒന്നാമത്തേൽ നിന്നും യു എടുത്തിട്ട് രണ്ടാമത്തേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം എന്താ? നമ്മുടെ ഓപ്ഷനകത്ത് എന്തില്ല? യു ഇല്ല. അപ്പോൾ നമ്മൾ ഒന്നാമത്തേൽ നിന്ന് യു എടുത്തിട്ട് രണ്ടാമത്തേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെ ചുമ്മാ എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. നമുക്കിതിൻ്റെ ആൻസറിൽ എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത് നോക്കിക്കഴിഞ്ഞാലേ
എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ടോപ്പ് ഓഫ് എ ടവർ ട്രാവൽസ് 24.5 മീറ്റർ ഇൻ ലാസ്റ്റ് സെക്കൻഡ് ഓഫ് ഇറ്റ്സ് ജേണി. ഹൈറ്റ് ഓഫ് ദി ടവർ ഈസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു ഡ്രോപ്പ് ചെയ്ത ഒബ്ജക്റ്റ് ആദ്യത്തെ സെക്കൻഡിൽ 5 മീറ്റർ അല്ലേ, രണ്ടാമത്തെ സെക്കൻഡിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്യുക? 15 മീറ്റർ. അടുത്ത സെക്കൻഡിൽ 25 മീറ്റർ, അടുത്ത സെക്കൻഡിൽ 35 മീറ്റർ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 24.5 എന്നാണ് ഇവിടെ കൊടുത്തത് അല്ലേ, 25 നമ്മളുടെ ലിസ്റ്റിലുള്ളത്, 24.5 ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജിയുടെ വാല്യൂ അവർ കറക്റ്റ് 9.8 എടുത്തു, നമ്മളത് റൗണ്ട് ചെയ്തിട്ട് എന്താ എടുത്തത്? 10 ആണ് എടുത്തത്. അപ്പോൾ ഈ 25ൻ്റെ സ്ഥലത്ത് 24.5 നമുക്ക് വിഷയമല്ല, അതുതന്നെയാണ് 24.5 ഇത് യഥാർത്ഥത്തിൽ വേണ്ടത്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് 24.5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നുമില്ല ഇതിനകത്ത്. ഹൈറ്റ് ഓഫ് ദി ടവർ എത്രയാണെന്നാണ് ചോദിച്ചത്. ഹൈറ്റ് ഓഫ് ദി ടവർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ 25, 15, 35, 45, 45 മീറ്ററാണ് ഇതിൻ്റെ ആൻസർ, 45 മീറ്റർ. പക്ഷേ അവിടെയും ചെറിയൊരു ടോളറൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ശരിയായ ആൻസർ ജി 9.8 എടുക്കുകയാണെങ്കിൽ 45 വരിക, 44.1 വരിക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ചോദ്യത്തിനെ കുറിച്ച് പറയാൻ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിക്കാം. എന്താ അറിയോ, ഈ ജി കാരണം ജി നമ്മൾ 10 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന എറർ 2% ആണ്. ഓക്കെ, ജിയുടെ ശരിക്കും വാല്യൂ 10 ആണ്, 9.8 ആണ്. നമ്മളത് എന്താക്കുവാണ്? 10 ആക്കുവാണ്. ഇവിടെ എത്ര എറർ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9.8ൽ 0.2 എററാണ്. ഓക്കെ, 9.8ലല്ല, 10 നമ്മളെടുത്തില്ല. നമ്മളെടുത്ത 10-നകത്ത് എത്ര എററുണ്ട്? 10-നകത്ത് 0.2 എററാണ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് എററുണ്ട്? ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് 2% എററാണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 25 എന്ന് പറയുന്നതിൻ്റെ ശരിയായ ആൻസർ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ ആൻസർ ഇതിനകത്തൊരു 2% എറർ ഉണ്ടാവും. 25ൻ്റെ 2% എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? 25ൻ്റെ 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 ഇൻറ്റു 2 ആണ്, അതായത് 0.5 ആണ് 25ൻ്റെ 2%. അതുകൊണ്ടാണ് ശരിക്കുള്ള ആൻസർ 25 അല്ല 24.5 വന്നത്. കണ്ട, 25ന്ന് 0.5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 24.5 കിട്ടും. അതേപോലെ തന്നെ നമുക്ക് 45 കിട്ടിയല്ലോ. 45ൻ്റെ 2% എത്രയാണ്? 45ൻ്റെ 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 45 ടു 90 ആണ്. 90/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.9 ആണ്. അപ്പോൾ ഈ 45ൽ 0.9 എററാണ്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ആൻസർ എത്രയാണ്? 44.1 ആണ്. കാരണം എറർ കാരണം കുറയാണ് കേട്ടോ, നമ്മൾ ജി കൂട്ടിയാണ് എടുത്തത്. അപ്പോൾ ശരിയായ ആൻസർ ഇതിനേക്കാളും കുറയാണ് ചെയ്യുക. അപ്പോൾ ശരിയായ ആൻസർ എത്രയായിരിക്കും? 44.1 മീറ്റർ ആയിരിക്കും. അവിടെയുണ്ട് 44.1. കറക്റ്റ് നമുക്ക് പറയാൻ പറ്റും. ജി 10 റൗണ്ട് ചെയ്യുന്നത് നമ്മളുടെ വലിയ വിഷയമൊന്നുമല്ല. 2% എറർ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ശരിയായ ആൻസറിനേക്കാളും 2% കുറവായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിനേക്കാളും 2% കുറവായിരിക്കും ശരിയായ ആൻസർ. അത്രേ എനിക്ക് പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ അതും ചെയ്തു.